ഇന്ത്യയുടെ പ്രതിരോധ രംഗം വളരെ കരുത്താർജിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സർഫസ് ടു എയർ മിസൈലുകളെല്ലാം തന്നെ കരുത്തറിയിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് ഇന്ത്യയുടെ എയർ ടു എയർ മിസൈലായിട്ടുള്ള അസ്ത്ര വരുന്നുണ്ട്. അസ്ത്രയുടെ മാർക്ക് 1 അതിൻ്റെ പ്രഹരശേഷിയൊക്കെ കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തതാണ് നമ്മുടെ ശത്രുരാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ അവരുടെ മിസൈലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ചല്ലേ ഉള്ളൂ. ഈ പറയുന്ന ഇവർ നമ്മളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ചൈനയിൽ നിന്നും തുർക്കിയിൽ നിന്നും വാങ്ങിയ മിസൈലുകളും ഡ്രോണുകളും എല്ലാം തന്നെ നമുക്ക് നേരെ പ്രയോഗിച്ചു. പക്ഷേ ഇന്ത്യയുടെ കനത്ത തിരിച്ചടിയിൽ അതെല്ലാം തകർന്നു വീണതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ എന്താണ്, അസ്ത്രയുടെ മാർക്ക് 1 കഴിഞ്ഞ് അസ്ത്രയുടെ മാർക്ക് 2 എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 700 മിസൈലുകളാണ് വ്യോമസേനയ്ക്ക് DRDO പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO കൈമാറുന്നത്. 700 മിസൈലുകൾ. അപ്പോൾ മാർക്ക് 1ൻ്റെ പ്രത്യേകതയും മാർക്ക് 2ൻ്റെ പ്രത്യേകതയും എന്താണെന്ന് നമുക്ക് നോക്കാം. മാർക്ക് 1ൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 160 കിലോമീറ്ററുകളായിരുന്നു അതിൻ്റെ റേഞ്ച്. കനത്ത പ്രഹരശേഷി, പ്രിസൈഷൻ സ്ട്രൈക്ക് നടത്താനായിട്ട് കഴിവുള്ള മിസൈലാണത്. അപ്പോൾ ഇതിനെ കൂടുതൽ നവീകരിക്കുകയാണ് DRDO ചെയ്തത്. അതിന് DRDOയുടെ കൂടെ വിവിധ ഗവേഷണ സ്ഥാപനങ്ങൾ സഹകരിക്കുകയും ചെയ്തു. അങ്ങനെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ മാർക്ക് 2 ആയിട്ടുള്ള അസ്ത്ര എന്ന് പറയുന്നത് അതിഗംഭീരമായ പ്രഹരശേഷി കൂടി ഉള്ളതാണ്. ഈ പ്രഹരശേഷി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വർദ്ധിപ്പിച്ച് 200 കിലോമീറ്റർ റേഞ്ചിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാത്രവുമല്ല, നമ്മളുടെ കയ്യിലുള്ള എല്ലാ യുദ്ധവിമാനങ്ങളിലും ഇത് ഘടിപ്പിക്കാനും കഴിയും. അപ്പോൾ ഇങ്ങനെ കനത്ത ആക്രമണം നടത്താൻ ശേഷിയുള്ള ഈ മിസൈലിൻ്റെ 700 എണ്ണം വ്യോമസേനയ്ക്ക് ഉടൻ കൈമാറാനിരിക്കുകയാണ് DRDO. അപ്പോൾ ഇത് നമ്മളുടെ അതിർത്തി മേഖലയെ കൂടുതൽ സുരക്ഷിതമാക്കാനും ശക്തമായ ആക്രമണം നടത്താനും ശേഷിയുള്ളതും കരുത്തുള്ളതുമൊക്കെയാണ് എന്നുള്ളതാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. നമ്മളുടെ ആയുധക്കരുത്തിൽ ഒരു പുതിയ ചുവടുവയ്പ് കൂടിയാണ് അസ്ത്ര മാർക്ക് 2. പക്ഷേ നമ്മൾ അതിനോടൊപ്പം തന്നെ മറ്റ് വിവിധ മിസൈലുകൾ കൂടി കരുത്താർജിച്ച്, ഇല്ലെങ്കിൽ പുതിയ NG പോലുള്ള, അതായത് ന്യൂ ജനറേഷൻ, പുതിയ തലമുറ മിസൈലുകളെല്ലാം തന്നെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അഗ്നി സീരീസിലുള്ളത്. അഗ്നി സീരീസ് നമുക്കറിയാം കനത്ത ആക്രമണം നടത്താൻ ശേഷിയുള്ളതാണ്. അഗ്നി സീരീസിൻ്റെ പുതിയ അപ്ഗ്രേഡ് വെർഷനുകൾ പലതും വന്നു കഴിഞ്ഞു, ഇനിയും വരാനിരിക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രഹ്മോസ് പോലുള്ള മിസൈലുകളുടെ NG, അതായത് ന്യൂ ജനറേഷൻ മിസൈലുകൾ കൂടി ഇന്ത്യൻ വ്യോമസേനയുടെയും ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങളുടെയും എല്ലാം ഭാഗമാവുകയാണ്. അതോടൊപ്പം തന്നെ ഹൈപ്പർസോണിക് മിസൈലുകളും, അതായത് ബ്രഹ്മോസ് എന്ന് പറയുന്ന സൂപ്പർസോണിക് മിസൈലാണെങ്കിൽ ഹൈപ്പർസോണിക് മിസൈൽ കൂടി എത്തുന്നുണ്ട്. ശബ്ദത്തേക്കാൾ 10 മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഹൈപ്പർസോണിക് മിസൈലുകൾ ഇന്ത്യയുടെ പ്രതിരോധ കരുത്തിന് വലിയ കുതിപ്പേകും എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള കുറേയേറെ മിസൈൽ സംവിധാനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ആകാശ് എന്ന് പറയുന്നത്. ആകാശ് നമ്മൾ വ്യോമ പ്രതിരോധ സംവിധാനത്തിനായിട്ട് ഉപയോഗിക്കുകയാണ്. നമ്മളുടെ സുദർശന ചക്ര എന്ന് പറയുന്ന ആയുധത്തിനൊപ്പം തന്നെ ഈ പറയുന്ന, അതായത് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സംയോജിതമായ, അതായത് ഒരുമിച്ച് തന്നെ വിവിധ കേന്ദ്രങ്ങളെ തകർക്കാൻ, വിവിധ ആക്രമണങ്ങളെ ചെറുക്കാൻ കഴിവുള്ള സംയോജിത ആക്രമണ പദ്ധതിയാണ് ഈ പറയുന്ന ഇന്ത്യയുടെ പ്രതിരോധം, അതായത് മിസൈൽ പ്രതിരോധത്തിനായിട്ട് ഇന്ത്യ ഒരുക്കിയിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സുദർശന ചക്രയിൽ ആകാശുണ്ട്. ആകാശിനോടൊപ്പം തന്നെയാണ് നമ്മൾ S-400 എന്ന് പറയുന്ന റഷ്യൻ നിർമ്മിതമായിട്ടുള്ള മിസൈൽ പ്രതിരോധ സംവിധാനം കൂടി ഉപയോഗിക്കുന്നത്. അതിനോടൊപ്പം D4 എന്ന് പറയുന്ന ഡ്രോൺ പ്രതിരോധ സംവിധാനവും അതുപോലെ ലേസർ പ്രതിരോധ സംവിധാനങ്ങളും എല്ലാം തന്നെ ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട്. ഹൈ പവറിലുള്ള ലേസർ രശ്മികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ പ്രതിരോധം തീർക്കാൻ ഇന്ത്യക്ക് കഴിയുന്നുണ്ട് ഇപ്പോൾ. അതോടൊപ്പം തന്നെയാണ് വിവിധ മിസൈലുകളെ ഒരുമിച്ചാണ് നിരത്തുന്നത്. ഭാർഗവാസ്ത്ര എന്ന് പറയുന്ന മിസൈൽ സംവിധാനവും ഇന്ത്യ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങളും പൂർത്തിയായി. അധികം വൈകാതെ തന്നെ അതും നമ്മളുടെ സേനയുടെ ഭാഗമാകും. അപ്പോൾ ഇങ്ങനെ ഇന്ത്യയുടെ പ്രതിരോധ കുതിപ്പ് വലിയ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട്. ഏതാണ്ട് 2030 50,000 കോടി രൂപയുടെ ആയുധ വ്യാപാരം ഇന്ത്യക്ക് നടത്താനാകുമെന്നാണ് ഇന്ത്യൻ സർക്കാർ കണക്ക് കൂട്ടിയിരുന്നത്. ഈ കണക്കുകളൊക്കെ ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പുള്ളതാണ്. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പറയുന്ന കണക്കുകളെന്ന് പറയുന്നത് ഇത് 50,000 കോടിയല്ല, അതിനും കടന്നു പോകും എന്നാണ് പറയപ്പെടുന്നത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായിട്ടുള്ള ബ്രസീൽ, ചിലി അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയോട് ആയുധങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ UAE തുടങ്ങിയ പശ്ചിമേഷ്യൻ രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ തയ്യാറാണ്. അതേപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളും
സൗത്ത് ആഫ്രിക്കൻ രാജ്യങ്ങൾ അതുപോലെ തന്നെ മറ്റു പല ആഫ്രിക്കൻ രാജ്യങ്ങളും ഇന്ത്യയുമായിട്ട് പ്രതിരോധ കരാറുകളിൽ ഒപ്പിട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഈസ്റ്റ് ഏഷ്യൻ ഭാഗത്തേക്ക് നോക്കിയാൽ സിംഗപ്പൂർ, മലേഷ്യ, ഫിലിപ്പൈൻസ് തുടങ്ങി കംബോഡിയ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് മിസൈലുകൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട മിസൈലുകൾ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചതാണ്. അതുപോലെ പങ്കാളിത്തമായിട്ട് വികസിപ്പിച്ച മിസൈലുകളും ഇന്ത്യയുടെ കയ്യിലുണ്ട്. അതൊന്നും ഇന്ത്യ നൽകാമെന്ന് ഒരു രാജ്യത്തോട് സംസാരിച്ചിട്ടില്ല. പക്ഷേ ഇന്ത്യ വികസിപ്പിച്ച ഇന്ത്യയുടെ തദ്ദേശീയമായ മിസൈലുകളാണ് കൂടുതലും ആയുധ കരാറുകളിലൂടെ മറ്റ് രാജ്യങ്ങൾക്ക് നൽകുന്നത്. ഈ ബ്രഹ്മോസ് എന്തുകൊണ്ടാണ് ഇന്ത്യ കൈമാറാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രഹ്മോസ് ഇന്ത്യയുടെയും റഷ്യയുടെയും സംയോജിതമായ സംരംഭമാണ്. അത് കൈമാറണമെങ്കിൽ രണ്ട് രാജ്യങ്ങളുടെയും ഈ പറയുന്ന ആയുധ കമ്പനികൾ അവ തമ്മിൽ ഒരു ധാരണയിലെത്തുകയും അത് ഏതൊക്കെ രാജ്യങ്ങൾക്ക് വിൽക്കാമെന്നുള്ള തീരുമാനത്തിലെത്തുകയും ചെയ്യണം. ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങൾക്ക് ഒരിക്കലും ഈ പറയുന്ന റഷ്യയ്ക്ക് ബ്രഹ്മോസ് പോലുള്ള മിസൈലുകൾ കൈമാറാനാവില്ല. അതുപോലെ തന്നെ റഷ്യയുടെ ശത്രുക്കളായിട്ടുള്ള രാജ്യങ്ങൾക്കും ഈ പറയുന്ന ആയുധങ്ങൾ കൈമാറാൻ ഇന്ത്യക്കാവില്ല. അപ്പോൾ ഇങ്ങനെ ചില കരാറുകളെല്ലാം തന്നെ ഇന്ത്യയും വിവിധ രാജ്യങ്ങളും തമ്മിലുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കണക്ക് കൂട്ടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മളുടെ ആയുധ വിപണി അത്രയേറെ ശക്തി പ്രാപിക്കുമ്പോഴാണ് നമ്മളുടെ വ്യോമസേനയ്ക്ക് 700 അസ്ത്ര മിസൈലുകൾ കൂടി, മാർക്ക് 2 മിസൈലുകൾ കൂടി ലഭിക്കുന്നത്. ഇപ്പം നമ്മുടെ സ്ക്വാഡ്രണുകളുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നത് വലിയ രീതിയിൽ വാർത്തയായിട്ടുണ്ട്. അതായത് 31 സ്ക്വാഡ്രണുകൾ ഉണ്ടായിരുന്നത് 29ലേക്ക് താഴ്ന്നിരിക്കുന്നു. അതിന് കാരണമെന്ന് പറയുന്നത് നമ്മളുടെ മിഗ് വിമാനങ്ങൾ നമ്മൾ സൈന്യത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വ്യോമസേനയിൽ നിന്ന് പിൻവലിച്ചതാണ്. അപ്പോൾ ഇത്തരം കാരണങ്ങൾ കൊണ്ട് വ്യോമസേനയുടെ കരുത്ത് കുറഞ്ഞു പോകുമോ എന്ന് ഭയക്കുന്നവരുണ്ട്. ഒരിക്കലും കുറയില്ല. കാരണം നമ്മൾ വ്യോമസേനയുടെ കരുത്ത് കൂട്ടി തന്നെയാണ്. നമുക്ക് ഏതാണ്ട് 42ഓളം സ്ക്വാഡ്രണുകളുടെ ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത്. എങ്കിലും ആയുധബലത്തിലും ആൾബലത്തിലും നമ്മളുടെ സംവിധാനങ്ങളിലും മിസൈലുകളിലും എല്ലാം ഈ കുറവുകളെ പരിഹരിച്ച് മുന്നോട്ട് പോകാനാകും. അപ്പോൾ നമുക്ക് യുദ്ധവിമാനങ്ങൾ ആവശ്യമില്ല. യുദ്ധവിമാനങ്ങൾ തീർച്ചയായും ആവശ്യമുണ്ട്. ആ യുദ്ധവിമാനങ്ങളുടെ പണിപ്പുരയിലാണ് ഇന്ത്യ. അധികം വൈകാതെ തന്നെ നമ്മളുടെ സ്വന്തം യുദ്ധവിമാനമായിട്ടുള്ള തേജസിൻ്റെ പുതിയ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള എഞ്ചിനുകളെല്ലാം തന്നെ വിദേശത്ത് നിന്ന് നമ്മൾ എത്തിച്ചും കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് മാത്രമാണോ? അത് മാത്രമല്ല, Su-57 എന്ന് പറയുന്ന റഷ്യൻ നിർമ്മിതമായിട്ടുള്ള യുദ്ധവിമാനം 5ാം തലമുറ യുദ്ധവിമാനമാണ്. അവ ഇന്ത്യയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. Su-57E എന്ന് പറയുന്ന രീതിയിലുള്ള വിമാനമാണ് കൊണ്ടുവരുന്നത്. അതും വെറുതെ അല്ല, അതിൻ്റെ ടെക്നോളജി ഉൾപ്പെടെയാണ് കൊണ്ടുവരുന്നത്. റഫാൽ എന്ന് പറയുന്ന യുദ്ധവിമാനവും നമ്മളിവിടെ എത്തിച്ചല്ലോ. പക്ഷേ ആ യുദ്ധവിമാനത്തിൻ്റെ സോഴ്സ് കോഡും അതുപോലുള്ള കാര്യങ്ങളുമൊക്കെ തന്നെ ഈ പറയുന്ന യുദ്ധവിമാനം നിർമ്മിച്ച കമ്പനി നൽകാൻ തയ്യാറായില്ല. പക്ഷേ നമ്മൾ അവരുമായിട്ട് കരാറിലെത്തുകയും ഈ പറയുന്ന ടെക്നോളജി ട്രാൻസ്ഫർ ഉൾപ്പെടെ നമ്മൾ സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ അധികം വൈകാതെ റഫാലും ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കും. ഇന്ത്യയിൽ നിർമ്മിച്ച് ഇന്ത്യൻ ആയുധങ്ങൾ പ്രയോഗിക്കാൻ ശേഷിയുള്ള റഫാലും ഇന്ത്യയിൽ തനതായിട്ട് ഇന്ത്യക്ക് സ്വന്തമായി നിർമ്മിക്കാൻ കഴിയുന്ന Su-57 എന്ന് പറയുന്ന യുദ്ധവിമാനവും ഇന്ത്യൻ സ്ക്വാഡ്രണുകളിലേക്ക് എത്തുമ്പോൾ വിപുലമായിട്ടുള്ള സ്ക്വാഡ്രണുകൾ ഇന്ത്യക്കുണ്ടാകും. ഇത് മാത്രവുമല്ല, ഇന്ത്യ ഇപ്പോൾ എടുത്തിരിക്കുന്ന പുതിയ നിലപാട് എന്ന് പറയുന്നത് 2036 കൂടി 6ാം തലമുറ യുദ്ധവിമാനങ്ങൾ കൂടി നിർമ്മിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 5ാം തലമുറ യുദ്ധവിമാനങ്ങളാണ് ലോകത്തെല്ലായിടത്തും ഉള്ളത്. അപ്പോൾ 6ാം തലമുറ യുദ്ധവിമാനത്തിൻ്റെ ഗവേഷണങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. നമ്മൾക്ക് അധികം വൈകാതെ തന്നെ Su-57ഉം റഫേലും ഒക്കെ ലഭിക്കുമ്പോൾ, അതിൻ്റെ ടെക്നോളജി അടക്കം ലഭിക്കുമ്പോൾ നമുക്ക് ഇവയെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് 5ാം തലമുറയിൽ നിന്ന് 6ാം തലമുറയിലേക്ക് മാറാൻ കഴിയും. ലോകത്തിൻ്റെ യുദ്ധവിമാനങ്ങൾ 6ാം തലമുറയിലേക്ക് എത്തുമ്പോൾ അതിനോടൊപ്പം ചൂട് വയ്ക്കാനാണ് ഇന്ത്യയും കരുത്താർജിക്കുന്നത്. ഏതായാലും ഇന്ത്യയുടെ പ്രതിരോധ രംഗം കൂടുതൽ കരുത്താർജിക്കുകയാണ്. അത് വ്യോമ പ്രതിരോധ രംഗത്തായാലും വ്യോമ യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിലായാലും മിസൈലുകളുടെ കാര്യത്തിലായാലും കവചിത വാഹനങ്ങളും ടാങ്കുകളും അടക്കമായാലും ശരി തന്നെ ഇന്ത്യ അതിഗംഭീരമായിട്ടുള്ള മുന്നേറ്റം നടത്തുന്നു. അതിൻ്റെ ഏറ്റവും നൂതനമായിട്ടുള്ള ഏറ്റവും പുതിയ ഉദാഹരണമാണ് അസ്ത്ര മാർക്ക് 2 എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ളതും ശക്തമായും പ്രഹരശേഷിയുള്ള മിസൈൽ ഇപ്പോൾ നമ്മളുടെ വ്യോമസേനയുടെ ഭാഗമാകുന്നത് സൂചിപ്പിക്കുന്നത്.